ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കുറേ ആളുകളെങ്കിലും ഇപ്പോൾ കാര്യമായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇനി അങ്ങോട്ട് എന്താണ് പഠിക്കേണ്ടത്, പിന്നെ ഏത് കോഴ്സ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ചില ആളുകളൊക്കെ ചെറിയ ക്ലാസ്സിലേ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, ഇന്ന കോഴ്സ് എടുക്കണം +1, ദെൻ ഒരു ജോബിലേക്ക് എത്തണം, അങ്ങനെയൊക്കെ തീരുമാനമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി ഒന്നും അല്ലാതെ പഠിക്കാൻ വിഷയങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളൊന്ന് കാണാൻ ശ്രമിക്കാം. 10 കഴിഞ്ഞാൽ 10 അല്ല വഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അതിൽ നിങ്ങൾക്ക് എത്ര വർഷം പഠിക്കാം, പിന്നെ പെട്ടെന്ന് ജോലി വേണോ, ഇതിനൊക്കെ യോജിച്ച കോഴ്സുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ ഹയർ സെക്കൻഡറിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോ ഹയർ സെക്കൻഡറിയിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, കൊമേഴ്സും സയൻസും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പോ അതില് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കുറച്ച് ആൾക്കാർക്ക് എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആർക്കൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ സയൻസ് അനുയോജ്യമായത് ആർക്കൊക്കെ. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നിങ്ങളൊരു സയൻസ് പഠിക്കേണ്ട ആളാണോ എന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകജാലകവുമായി, ദാറ്റ് ഈസ് +1ന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കൃത്യമായ ശരിക്കുള്ള വസ്തുനിഷ്ഠമായ ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരം റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വെക്കാം. അപ്പൊ സയൻസ്, അതാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നം അല്ലെ. സയൻസ് എടുക്കണോ, സയൻസ് എടുത്താൽ ചില കുട്ടികൾക്ക് സയൻസ് എടുത്താൽ പണി കിട്ടുമോ, അങ്ങനെ ഒരു സംശയമുള്ള ആളുകളുണ്ട്. പിന്നെ സയൻസ് എടുത്താലേ ഒരു സുഖമുള്ളൂ അല്ലെ, അല്ലെങ്കിൽ സയൻസ് എടുത്താലേ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വില ഉള്ളൂ, സയൻസിനാണ് സ്റ്റാറ്റസ് കൂടുതൽ, അല്ലെങ്കിൽ ഞാനൊരു പഠിപ്പിച്ചാണെന്നൊക്കെ ആൾക്കാർ പറയുകയാണെങ്കിൽ സയൻസ് എടുക്കണം, അങ്ങനെ പല ചിന്തകൾ. ചിലർക്ക് നേരെ മറിച്ചാട്ടോ, സയൻസ് എടുത്താൽ ഞാൻ വലിയ ബുജിയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കോ, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം നമുക്കിന്ന് ഉണ്ടാക്കാം. എന്താണ് സയൻസ് സ്ട്രീം? സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അത് പഠിക്കുന്ന നമ്മുടെ +1ന്റെ കോഴ്സാണ് നമ്മൾ ഈ +1 സയൻസ് എന്ന് പറയുന്നത്. അപ്പോ അത് മാത്രമാണോ കോമ്പിനേഷൻ ഉള്ളത്? അല്ല, നമുക്ക് സയൻസിൽ 10 കോമ്പിനേഷൻസ് കേരളത്തിലെ ഹയർ സെക്കൻഡറിയിൽ ലഭ്യമാണ്. 10 കോമ്പിനേഷൻസ്. അതിലൊന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇനി ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതുണ്ട്. ദെൻ മാത്സിന് പകരം സൈക്കോളജി വരുന്നതുണ്ട്. അതുപോലെ ഹോം സയൻസ് വരുന്ന ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ബയോളജിക്ക് പകരം സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ദെൻ ജിയോളജി, അങ്ങനെയൊക്കെ വരുന്നത് കൂട്ടിയിട്ട് 10 ബ്രാഞ്ചസ് നമുക്കുണ്ട്. അപ്പോ നിങ്ങളിപ്പോ ഒരു സ്കൂളിലേക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് സയൻസ് എന്ന് മാത്രം നോക്കരുത്. ഈ പറഞ്ഞ 10 എണ്ണം എല്ലാ സ്കൂളിലും ഇല്ല, ഓരോ സ്കൂളിലെ സയൻസുകൾ വ്യത്യാസമാവും. എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ PCMB ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതാണ് പൊതുവെ കാണുന്ന 2 എണ്ണം. അപ്പോ ആരാണ് സയൻസ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് സയൻസ് സൂട്ടബിൾ ആവാന്നുള്ളത്? ഓക്കെ, സയൻസ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താ, ഞാൻ എന്തിനാണ് സയൻസ് എടുക്കുന്നത്? എന്തിനാണ് സയൻസ് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ +2 സയൻസ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ സയൻസിലാണ് നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെടുത്തേ പറ്റൂ, സയൻസ് എടുത്തേ പറ്റൂ. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇപ്പൊ ബയോളജിയിലാണ് ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ +1 എടുക്കുന്ന സയൻസിൽ ബയോളജി ഉണ്ടായിരിക്കണം. സിമിലർലി നിങ്ങൾ എഞ്ചിനീയറിംഗ് സംബന്ധമായ ബ്രാഞ്ചസിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം, മാത്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ സയൻസ് എടുക്കുമ്പോൾ സയൻസ് എന്നതിലുപരി ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം.
അപ്പൊ നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് സയൻസ് എടുക്കുന്നത്. അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിക്ക് ഭാവിയിൽ ഒരു വക്കീലാവണമെന്നാണ് ആഗ്രഹം. ആ കുട്ടി സയൻസ് എടുക്കാൻ നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ചുകൂടി താല്പര്യവും പിന്നെ പഠിക്കാൻ എളുപ്പമോ അങ്ങനെയൊക്കെ തോന്നുന്നത് വേറൊരു കോമ്പിനേഷൻ വേണമെങ്കിൽ ഒട്ട് ചെയ്യാവുന്നതാണ്. അതേസമയത്ത് വേറൊരു കുട്ടി പറയണ ആ കുട്ടിക്ക് ഫാർമസിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം, നിർബന്ധമായിട്ടും സയൻസ് എടുത്തിരിക്കണം. സോ ആരാണ് സയൻസ് പഠിക്കേണ്ടതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ ഭാവിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ജോബ്, തൊഴിൽ മേഖല ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന് ഏത് സബ്ജക്റ്റുകളാണോ നിങ്ങൾ പഠിക്കേണ്ടത് ആ സബ്ജക്റ്റുകളുള്ള കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ബയോളജി ഉള്ളത് പഠിച്ചിരിക്കണം. കീം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മാത്സ് ഉള്ള സയൻസ് പഠിച്ചിരിക്കണം. വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ സയൻസിൽ ഹയർ സ്റ്റഡീസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്യുവർ സയൻസ് സബ്ജക്റ്റുകളുടെ ഡിഗ്രി കോഴ്സുകൾ, ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി പറയുമ്പോൾ ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്കും എന്തായി, ബോട്ടണിയും സുവോളജിയും രണ്ടായിട്ട് മാറുന്നുണ്ട്. ദെൻ മാത്സ്, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നു. ഡിഗ്രി, PG, MPhil, PhD ആ വിഷയങ്ങൾ, ടീച്ചിങ് പോസ്റ്റുകൾ, കോളേജ് ലെക്ചറർ, അതിൽ റിസർച്ചുകൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, സയൻസ് എടുക്കണം. ദെൻ നേരത്തെ പറഞ്ഞു എഞ്ചിനീയറിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോഴ്സുകൾ, അഗ്രികൾച്ചറൽ തുടങ്ങിയിട്ടുള്ള പറയുന്ന ഫോറൻസിക് സയൻസ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾ സയൻസ് എടുക്കേണ്ട, സയൻസ് പഠിക്കേണ്ട ഒരു ആൾ തന്നെയാണ്. ഇതേ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പോ +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികള് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ, ഞങ്ങൾക്ക് BSc നഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യാൻ പറ്റുമോ, ഇനിയിപ്പോ സയൻസ് പഠിക്കണമെങ്കിൽ എന്താ ചെയ്യുക, സയൻസ് ഹയർ സ്റ്റഡീസ് നടത്തണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി. നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഫീൽഡിലാണ് നിങ്ങളുടെ പഠനവും ഭാവിയിലെ ജോലിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ +1 സയൻസ് ആണ് എടുക്കേണ്ടത്. ഇനി സയൻസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ, നേരത്തെ ചോദിച്ച പോലെ സയൻസ് എടുത്താൽ പണിയാവോ, പണി കിട്ടുമോ എന്ന ചോദ്യം ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരം കൂടി ഞാൻ തരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫിസിക്സിനെയും കെമിസ്ട്രിയും ബയോളജിയും മാത്സിനെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞ സബ്ജക്റ്റുകൾ തന്നെയാണ് അല്ലെ. അപ്പോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നമ്മളൊന്ന് വിലയിരുത്തുക നമ്മളെ തന്നെ, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതില് നിങ്ങൾക്ക് പിന്നെ ടഫ് ഉണ്ടായിരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും, ഈസി ആയിട്ടുള്ളത് ഉണ്ടാവും, പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും താല്പര്യം. ചില കുട്ടികൾ പറയും സോഷ്യൽ സയൻസ് എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ, എനിക്ക് മാത്സോ കെമിസ്ട്രിയോ ഒക്കെയാണ് ഇഷ്ടം. ചില ആളുകൾ മാത്സ് കണ്ട അപ്പൊ എന്താണ് ഓടി വഴി പുല്ല് മുളക്കില്ല എന്നല്ല, അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുകള്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ കഴിവുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പൊ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ സയൻസ് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരോട് പോയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ചില ആളുകൾ പറയുന്ന ഒരു കുഴപ്പമില്ല എടുത്തോന്ന് പറയാം. വേറെ ആൾ പറയും ഞാനേ കുടുങ്ങി എടുക്കല്ലേ എന്ന് പറയും. അപ്പൊ അത് നിൽക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ ബുക്സ് ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒന്ന് മറിച്ച് നോക്കാം. ഫിസിക്സിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കെമിസ്ട്രിയിൽ എന്തൊക്കെയുണ്ട്, മാത്സിൽ എന്തൊക്കെയുണ്ട്, ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഹാർഡ് വർക്ക് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് പറ്റും. ജസ്റ്റ് പാസ്സാവാൻ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ തട്ടിമുട്ടി പാസ്സായിപ്പോ, പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടില്ല, അങ്ങനെ നടന്നിട്ട് എവിടെയെങ്കിലും അവസാനമൊക്കെ കയറി കൂടിയെങ്കിലായി ഇല്ലെങ്കിലായി. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള മേഖല തിരഞ്ഞെടുക്കുക. അവിടെ 100% സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കുക, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. പിന്നെ ഇപ്പോ സയൻസിനെ കുറിച്ചിട്ട് പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്നോ അങ്ങനെയൊന്നുമല്ല. പിന്നെ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, സയൻസ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയതുകൊണ്ട് എടുത്തു, പാരന്റ്സ് പറഞ്ഞുകൊണ്ട് എടുത്തു, ഫ്രണ്ട്സ് ഒക്കെ അത് എടുത്തുകൊണ്ട് എടുത്തു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റീസൺസ്. കുറച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, +2 കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാലോ, അപ്പൊ നമുക്കിനിപ്പോ 2 വർഷം ഉണ്ടല്ലോ ആലോചിക്കാൻ,
ഇപ്പോഴേ എന്തിനാ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് എടുത്തു. സംഭവം ശരിയാണ്, സയൻസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഏതൊരു മേഖലയിലേക്ക് തിരിയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സയൻസ് നിർബന്ധമുള്ള മേഖലകളിലേക്കും അല്ല ആർട്സോ കൊമേഴ്സോ നിയമം ഡിസൈനിങ് വേറെ എന്തിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിയാൻ പറ്റും. അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം അവിടെയും ശ്രദ്ധിക്കുക, എന്താണെന്നറിയോ? നല്ല മാർക്കോട് കൂടി +2 സയൻസ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ആ തിരിച്ചിൽ നല്ലൊരു സ്ഥാപനത്തിലേക്ക് ചെന്ന് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതുവരെ നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ പോലും ഇനിയൊന്നും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലെ? ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ നാളെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക, ചിലർക്ക് പറയും എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാനാണ് താല്പര്യം. അപ്പൊ അവർക്ക് കൊമേഴ്സ് കോഴ്സിന് ഓപ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിരിക്കും. ചില ആളുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പത്തെ ഈ കൊറോണ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിൽ തോന്നുകയാണ് എനിക്കൊരു സയന്റിസ്റ്റ് ആവണം. തീർച്ചയായിട്ടും ബയോളജി കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ട് അവർക്ക് തിരിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് പറഞ്ഞത്, നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്, നിങ്ങൾക്ക് എവിടേക്കാണ് ചെന്ന് എത്തേണ്ടത്, അൾട്ടിമേറ്റ് എയിം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദെൻ അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോഴ്സുകള് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും, തിയറി ഉണ്ടായിരിക്കും, പിന്നെ നമുക്കതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ, ഈ 3 കാര്യങ്ങളും ഇത് പഠിക്കാൻ നമുക്ക് അഭിരുചിയുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടോ, നമുക്ക് കഴിവുണ്ടോ. താല്പര്യത്തിനെ മാത്രം അടിസ്ഥാനമാക്കി പോയാൽ എന്താ കുഴപ്പമെന്നറിയോ? ഇന്നത്തെ താല്പര്യമാവില്ല നാളെ പറയാ, നാളത്തെ ആയിരിക്കില്ല മറ്റന്നാ പറയാ. അപ്പൊ അത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് അതിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് പറയുന്ന ഒന്നും നമ്മുടെ സ്കിൽസുകൾ എന്നുള്ളതും പ്രധാനപ്പെട്ട കഴിവാണ്. അപ്പൊ ഇതൊക്കെ കൂടെ ചേർന്നാലേ നമുക്കൊരു ഫീൽഡിൽ വിജയിക്കാൻ പറ്റൂ. ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആണ്, ക്വാളിഫിക്കേഷൻ ആണ്, ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അതിൽ എത്രത്തോളം കോമ്പീറ്റന്റ് ആണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങളുടെ ഭാവി. സോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് സയൻസ് ആപ്റ്റ് ആണോ, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സയൻസിനൊരു വില്ലനായി കാണണ്ട. എന്നാൽ എല്ലാവരും മാർക്ക് കിട്ടിയവർ എല്ലാവരും സയൻസ് പോയി എടുക്കണമെന്ന് നിർബന്ധമില്ല. കൃത്യമായിട്ട് ആലോചിക്കുക. പിന്നീട് നമ്മൾ അതിനെ ഓർത്തിട്ട് വിഷമിക്കരുത്. കുറെ കുട്ടികളെ ടീച്ചർ കാണാറുണ്ട് എല്ലാ വർഷവും, സയൻസ് എടുക്കേണ്ടിയിരുന്നില്ല, 10ലെ മാർക്ക് കിട്ടിപ്പോയതായി കുഴപ്പം, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. നേരെ മറിച്ച് അപ്പുറത്ത് ചോദിച്ചു ഹ്യൂമാനിറ്റീസുകാരും കൊമേഴ്സുകാരും വന്നിട്ട് ഞങ്ങൾക്ക് പാരാമെഡിക്കൽ, ഫാർമസി അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സ് ചെയ്യുന്ന ടീച്ചറെ എന്താ ചെയ്യുക എന്നന്വേഷിക്കുന്ന കുട്ടികളുണ്ട്. സോ അത്തരത്തിലുള്ള പിന്നീട് നമ്മൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകരുത്. സയൻസ് എടുക്കുന്നതിന് മുൻപ് നന്നായിട്ട്, സയൻസ് അല്ല ഏത് കോഴ്സിനും നന്നായിട്ട് ചിന്തിക്കുക. 10 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോഴും കൂടി കാര്യം ശ്രദ്ധിക്കണം. ചില സ്കൂളിൽ 2 സയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ചില ആളുകൾ ചെയ്യേണ്ട ആ സ്കൂളിലെ സയൻസ് 1 കൊടുത്തു, രണ്ടാമത്തെ ഓപ്ഷനും ആ സ്കൂളിലെ വേറെ സയൻസ് കൊടുത്തു. കിട്ടിക്കഴിയുമ്പോൾ രണ്ടാമത് കൊടുത്ത സയൻസ് ആയിരിക്കും. അപ്പൊ അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ആയിരിക്കും. എന്നിട്ട് പിന്നെ ആകെ വെപ്രാള, അയ്യോ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ലാംഗ്വേജുകളൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ ബയോളജി ഉള്ള സയൻസ് ആയിരുന്നു, എനിക്ക് ഇന്ന നഴ്സിംഗ് കോഴ്സിന് അല്ലെങ്കിൽ വേറെ ഏതോ കോഴ്സിനായിരുന്നു പോകേണ്ടിയിരുന്നത്, ഞാൻ കൊടുത്തത് തെറ്റിപ്പോയി. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ഏത് സയൻസ് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ തീരുമാനിക്കുക. അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഹയർ സ്റ്റഡീസിന് അവൈലബിൾ ആയ സബ്ജക്ട് അതിലുണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഏകജാലകത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അതിന്റെ ഡേറ്റും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് കൊമേഴ്സിനെ കുറിച്ചിട്ടും ഹ്യൂമാനിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നന്നായിട്ട് ആലോചിച്ച് ശാന്തമായി സമാധാനമായിട്ട് ഒരു തീരുമാനത്തിലെത്തുക. ഓക്കെ, ബൈ.